ഞങ്ങൾ ഇപ്പോൾ കുഞ്ഞിൻ്റെ പേര് വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് എന്നോട് വരുമല്ലേ? അപ്പോൾ നമുക്ക് കുഞ്ഞിനെ തൊട്ടിലേക്ക് ആദ്യമായിട്ട് കിടത്താൻ പോവാണ്. ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പാളുങ്കു കവിൾ തടങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അവൻ സബ്സ്ക്രൈബ് ചെയ്യാനാട്ടോ പറയുന്നത്. ഹായ്, ഇന്ന് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ 28 ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് എല്ലാവരും സുരക്ഷിതരാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളുടെ കുഞ്ഞിനുണ്ടാവണം. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലൊരു പേരൊക്കെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ആചാരപ്രകാരം ഞങ്ങൾ ഇപ്പോൾ കുഞ്ഞിൻ്റെ പേര് വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് എന്നോട് വരുമല്ലേ? ബാ. പേര് വിളിക്കട്ടെ. എന്ത് സുന്ദരനാവണ്ടേ ഇതൊക്കെ സുന്ദരനാവണ്ടേ. അപ്പോൾ പൊട്ടുവിടും. ശുഞ്ചരനാവണം. ആ, കണ്ണ കഴിച്ചു. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ചടങ്ങിൽ ഇന്നത്തെ വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഞങ്ങളുടെ ആത്മീയ ആചാര്യനായ ശ്രീ ഗോകുൽ പണിക്കരാണ്. ഒരു ആത്മീയ അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ ഒരു പ്രിയ സുഹൃത്ത്, ഞങ്ങളുടെ ഒരു സന്തത സഹചാരി എന്നൊക്കെ നമുക്ക് എടുത്തു പറയേണ്ടി വരുന്ന ആളാണ് ഗോകുൽ പണിക്കർ. തൃശ്ശൂരിൽ ഗോൾ എന്ന സ്ഥാപനത്തിൻ്റെ, കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ കൂടിയാണ് ശ്രീ ഗോകുൽ പണിക്കർ. അതിലുപരി ഒരു നല്ല പാട്ടുകാരനും കൂടിയാണ് അദ്ദേഹം. ഞങ്ങളുടെ എന്താ പറയുക, എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ വേണ്ടി അദ്ദേഹം ഇന്ന് എത്തിയിരിക്കുകയാണ്. അല്ല, ഇന്നിപ്പോൾ പറയാൻ ഒരു പേരായി, ഒരു അഡ്രസ്സായി അല്ലേ? ദേവിക് ശ്രീനാഥ്, പേര് പോലെ തന്നെ ദേവിക് എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ടല്ലോ ഒരു ദൈവികത. ആ ദേവിയുടെയും ദേവൻ്റെയും എല്ലാ അനുഗ്രഹവും അച്ഛനും അമ്മയ്ക്കും എന്താ പറയുക, എല്ലാവർക്കും ഒരു അഭിമാനവും ഒക്കെ ആയിട്ട് തീരട്ടെ. സർവശക്തൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഉണ്ണിക്ക് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇനിയും ഉയരങ്ങളിലേക്ക് ഇനി ഉയർന്ന് അച്ഛനും അമ്മയ്ക്കൊക്കെ എത്താനായിട്ട്
ഇവൻ്റെ ജന്നത്തോട് കൂടിയിട്ടൊരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ആണോ പറയണേ? ആണോടാ? ആണോ കുഞ്ഞൂട്ടാ? ആണോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ പണിക്കർ ഒരു നല്ല പാട്ടുകാരനാണ്. അതിനും നമുക്ക് ആദ്യം കുഞ്ഞാവയുടെ അടുത്ത് ചോദിക്കാം, ഒരു അടിപൊളി പാട്ട് കേൾക്കട്ടെ. കുഞ്ഞാവേ, ഇത് ആരുടെ കയ്യിലാണ് കുഞ്ഞാവേ ഇരിക്കുന്നത്? ഗോകുൽ മാമയുടെ കയ്യിലാണോ? ഗോകുൽ മാമ പാട്ട് പാടും. ഒരു അടിപൊളി പാട്ട് പാടാൻ പറയട്ടെ, ഒരു പാട്ട് പാടും പണിക്കർ. ഓ, അപ്പോൾ എന്തായാലും ദേവിക്ക് എന്നുള്ള പേരല്ലേ, ദൈവത്തിൻ്റെ പാട്ട് തന്നെ ആവട്ടെ. ഓ സന്തോഷം. ഇങ്ങനെ ഇരുന്നിട്ട് ഇതുവരെ പാടിയിട്ടില്ല, അപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. വന്ദേ ശ്രീ നയനോൽപലസ്യ ശശീനം വന്ദേ ശ്രീ നയനോൽപലസ്യ ശശിനം ശേഷനാധീശ്വരം ബ്രഹ്മാദ്യാർജിത പാദപത്മയുഗളം ലോകൈകനേത്രോത്സവം ലോകൈകനേത്രോത്സവം വളരെ നന്നായിട്ടുണ്ട്. കാരണം ഇത്രയും സൈലന്റ് ആയി ആളതിങ്ങനെ എന്താ പറയാ മൈൻഡൊക്കെ ഇങ്ങനെ കൊടുത്ത് കേട്ടിട്ടില്ല. എന്തായാലും വലിയൊരു പാട്ടുകാരനും വലിയൊരു നടനും വലിയൊരു ഡാൻസറും ഒക്കെ ആയി തീരട്ടെ. താങ്ക് യു. പണിക്കരുടെ വാക്കുകൾ പൊന്നാവട്ടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സാധാരണ രീതിയിൽ കുറച്ച് വയലന്റ് ആവണം. നമ്മൾ നേരത്തെ ചടങ്ങിന്റെ സമയത്ത് കുറച്ച് വയലന്റ് ആയി പാട്ടൊക്കെ കേട്ട് അത് ഇങ്ങനെ റിയാക്ട് ചെയ്ത് ഇങ്ങനെ. ഞാൻ പറയാലോ, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് പാട്ട് പാടാൻ പറ്റണം. പാട്ട് ശ്രദ്ധിക്കണം, കുട്ടീനെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഞാനും കോൺഷ്യസാ. എന്തായാലും അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ഇവൻ മൂലം. ഞങ്ങളുടെ ഈ ഒരു ചടങ്ങിൽ ഏറ്റവും നല്ല ഹൃദ്യമായ ഒരു ഭക്തിഗാനം ആലപിച്ച ഞങ്ങളുടെ ചടങ്ങിൽ വിശിഷ്ട അതിഥിയേക്കുപരി നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗമായി നമ്മുടെ പണിക്കർ. ഏറ്റവും നന്ദി പണിക്കർക്ക്. അതെൻ്റെ ഭാഗ്യമാണ് ഞാൻ വിചാരിക്കണം. നമ്മൾ പതിവ് പോലെ സദ്യയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളതിങ്ങനെ ഒരു ആഘോഷപൂർവ്വമായിട്ട് നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണും. ഇതേപോലെ ചെറിയ സദ്യ ഇതായിരുന്നു. അത് നമ്മൾ വീണ്ടും ഇവിടെ കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങളുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിൻ്റെ ഭാഗമായിട്ടുള്ള സദ്യയാണ്. ഇനി ഞങ്ങൾ ഒരുമിച്ച് സദ്യ കഴിക്കുമ്പോൾ ഒരു ഫാമിലി ഫംഗ്ഷൻ്റെ പെട്ടെന്ന് ഓർത്തൊരു സംഭവമുണ്ട്. എൻ്റെ അമ്മാവൻ ഇവിടെ ഉണ്ട്, പതുക്കെ പറയാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് സദ്യ കഴിക്കും. അന്ന് ഇതേ നമ്മുടെ ഇവരുടെ സെയിം ടീമിൻ്റെ തന്നെ സെയിം ടീമല്ല, നമ്മുടെ തബോറിൻ്റെ സദ്യയാണ്. നമ്മുടെ ഏറ്റവും ഡെലീഷ്യസ് ആയിട്ടാണ് അവരെപ്പോഴും നമുക്ക് സദ്യ നമുക്ക് അലോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും ഞങ്ങളുടെ ഈ ഒരു ഫംഗ്ഷനിൽ നമ്മുടെ തബോറിൻ്റെ സദ്യ തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞതൊന്നും മറ്റൊന്നുമല്ല, ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സദ്യ കഴിച്ചിരിക്കുന്ന സമയത്ത് അമ്മാൻ പതുക്കെ നൈസായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് 6 മണിക്കുമ്പോൾ വീട്ടിൽ കയറണം. അപ്പം ഞാൻ പതുക്കെ കുറേ എന്തോ 18 കൂട്ടം അങ്ങനെ എന്തോ കുറച്ചധികം കറികളുണ്ട്. ഞാനത് എവിടെ തുടങ്ങണം, കാരണം തൃശ്ശൂരിൻ്റെ സദ്യയും കോട്ടയത്തിൻ്റെ സദ്യയും രണ്ടല്ലേ. അപ്പോൾ എവിടെ തുടങ്ങണം നോക്കിയിരിക്കുന്ന സമയത്ത് പതുക്കെ എൻ്റെ ചെറിയ മന്ത്രി എഴുന്നേപ്പിച്ചുകൊണ്ട്. അപ്പം ഞാനിങ്ങനെ ഇരിക്കുക. പിന്നെ അമ്മാൻ പറഞ്ഞു, അമ്മ എണീറ്റ് പോയി, ഇനി ഇരിക്കരുത്, നാണക്കേടാണ്. ഞാൻ അതേപടി ഇലയൊക്കെ മടക്കി എഴുന്നേറ്റ് പോയി. അത് ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. എൻ്റെ അമ്മാവൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഇപ്പോൾ ഇവിടെ അത് ഇന്ന് നമ്മൾ ധൈര്യമായിട്ടും കഴിക്കുക. കാരണം അമ്മാനിവിടെ ഇല്ല. അമ്മാനപ്പുറം കേൾക്കുന്ന സമയത്ത് അമ്മാനെ കഴുത്തിന് പിടിക്കും, അത് വേറെ കാര്യം. ഞങ്ങളുടെ ചടങ്ങിൻ്റെ അടുത്ത ഭാഗമാണ് കുഞ്ഞിനെ ആദ്യമായിട്ട് തൊട്ടിൽ കിടത്തുക എന്നുള്ളത്. 28 കഴിഞ്ഞാൽ ആദ്യം തന്നെ കുഞ്ഞിനെ തൊട്ടിൽ കെട്ടണം എന്നാണ് ഇവിടുത്തെ ഈ തൃശ്ശൂർ ഏരിയയിൽ ഒരു ആചാരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തൊട്ടിലേക്ക് ആദ്യമായിട്ട് കിടത്താൻ പോവാണ്. ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പാളുങ്കു കാവിൽ തടങ്ങൾ നുള്ളി നുകരും ശലഭമായി ഞാൻ. സൂര്യകാന്തികൾ മഞ്ഞുമഴയിൽ കുതിർന്നു നിൽക്കും നിഴൽ ചെരുവിലൊഴുകി വന്ന് കുളിരരുവി അലകളായി ഞാൻ. വെണ്ണില ചിറകുള്ള രാത്രിയിൽ
ചഞ്ചലല കൈകളിൽ നീന്തിവാ കുഞ്ഞൂട്ടാ തെളിനീർ തെന്നലേ നനയുമീ പനിനീർ മാറിയല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ കുതിര, മറ്റേ കുതിര വന്ന് നിൽക്കുന്ന സൗണ്ട്. കുഞ്ഞൂട്ടാ, എടാ കുഞ്ഞൂട്ടാ, കുഞ്ഞൂട്ടാ. ഓ ഓ ഡിസ്റ്റർബൻസ് ഡിസ്റ്റർബൻസ്. നീ പോസ് ചെയ്യാണടാ, ആണാ? എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഞങ്ങളുടെ ദേവിക് മോൻ്റെ പേരിടലും നമ്മുടെ ചരടുകെട്ടൽ ചടങ്ങുകളൊക്കെയാണ് കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അവൻ സബ്സ്ക്രൈബ് ചെയ്യാനാട്ടോ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ചാറ പറയാൻ ഷെയർ ചെയ്ത് കൊടുക്കുക. അതെ, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. പിന്നെ അതിനേക്കാൾ എല്ലാം ഉപരി ഞങ്ങളുടെ കുഞ്ഞുവാവയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും സ്നേഹവും എല്ലാം വേണം. ഞങ്ങൾക്ക് തരുന്ന പോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുവാവയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹ അനുഗ്രഹങ്ങളെല്ലാം വേണം. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം മാക്സിമം എറിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞാവയുടെ വക ഒരു കുഞ്ഞു ടാറ്റ.